ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 28 ഡിഗ്രി സെൽഷ്യസ് എന്ന മൂവിയാണ്. ഒരു പെൺകുട്ടിക്ക് ഒരു പ്രത്യേക മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട്. അവളുടെ ശരീരത്തിന്റെ താപനില 28 ഡിഗ്രി സെൽഷ്യസിൽ കൂടാനോ കുറയാനോ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അവളെ മരണത്തിലേക്ക് കൊണ്ടുപോകും. ആ ഒരു സാഹചര്യത്തിൽ അവളുടെ കുടുംബജീവിതവും അവളുടെ പ്രൊഫഷനും അവൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഇതൊക്കെ നമുക്ക് മൂവി കണ്ടു തന്നെ അറിയാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായകനായ കാർത്തികിനെ ആരോ കെട്ടിയിട്ടിരിക്കുന്നതാണ്. അവൻ കെട്ടഴിച്ച് മുന്നിലിരിക്കുന്ന ആളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതും അയാൾ അവനെ കത്തിക്കൊണ്ട് കുത്തുന്നു. അതിനുശേഷം പിന്നീട് കാണുന്നത് കടൽ തീരത്ത് നിൽക്കുന്ന ഒരു പോലീസുകാരന് ഒരു കോള് വരുന്നതും അയാൾ ഈ ഒരു ക്രൈം നടന്ന സീനിലേക്ക് വരുന്നതുമാണ്. അവിടെയുള്ള സാധനങ്ങളെല്ലാം പരിശോധിച്ച് അയാൾ അവിടെ ഉണ്ടായിരുന്ന കാർത്തിക്കിന്റെ ഡയറി എടുത്ത് വായിക്കുന്നു. അങ്ങനെയാണ് കാർത്തിക്കിന്റെ സ്റ്റോറി നമ്മളെ കാണിക്കുന്നത്. കാർത്തിക് ഒരു അനാഥനാണ്. അവൻ വളരെ കഷ്ടപ്പെട്ടാണ് മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം കോളേജിലേക്ക് പോകുന്ന വഴിക്ക് അവൻ ഒരു പെൺകുട്ടിയെ കാണുന്നു. കുറെ നേരമായിട്ട് ഓട്ടോ ഒന്നും കിട്ടാതെ അവൾ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. കറക്റ്റ് സമയത്ത് അവിടെ വെച്ച് തന്നെ കാർത്തിക്കിന്റെ വണ്ടി കേടായി. അവൻ ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. എന്നാൽ ആ ഓട്ടോ നിർത്തിയതും നമ്മുടെ നായികയായ അഞ്ജലി ആ ഓട്ടോയിൽ കയറിപ്പോയി. താൻ കൈ കാണിച്ചു നിർത്തിയ ഓട്ടോയിൽ അവൾ കയറിപ്പോയത് അവൻ ഇഷ്ടപ്പെട്ടില്ല. എന്താണെങ്കിലും പോയത് പോട്ടെന്ന് കരുതിയിട്ട് പിറകെ വന്ന ഒരാളുടെ വണ്ടിക്ക് കൈ കാണിച്ച് അയാളോട് ലിഫ്റ്റ് ചോദിച്ച് അയാളുടെ വണ്ടി എടുത്തിട്ട് അവൻ പോകുന്നു. മുന്നിൽ പോയിക്കൊണ്ടിരുന്ന ഓട്ടോയിൽ നിന്നും അഞ്ജലിയുടെ ഷാള് പുറത്തേക്ക് വീഴുകയും അത് നേരെ പറന്ന് നമ്മുടെ കാർത്തിക്കിന്റെ മുഖത്തേക്ക് വന്നിരിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി അവന്റെ വണ്ടി ആക്സിഡന്റ് ആയി. അവന്റെ കൂടെ വന്ന ആളുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തറയിൽ പോവുകയും ചെയ്തു. മര്യാദയ്ക്ക് ഇതിനുള്ള കാശ് തന്നിട്ട് നീ പോയാൽ മതി എന്ന് അഞ്ജലിയോട് അവൻ പറയുന്നു. ക്യാഷ് ഞാൻ തരാം, പേഴ്സ് ഓട്ടോയിലിരിക്കാന്ന് പറഞ്ഞിട്ട് അവൾ ഓട്ടോയ്ക്കകത്തേക്ക് കയറിയതും പെട്ടെന്ന് ഓട്ടോക്കാരനോട് വണ്ടി എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറയുന്നു. അവളെ നൈസായിട്ട് തന്നെ പറ്റിച്ചതാണെന്ന് കാർത്തികിന് മനസ്സിലായി. അങ്ങനെ അവൻ പിറ്റേന്ന് കോളേജിലെത്തുമ്പോഴാകട്ടെ അവിടെ വെച്ചും ഇവളെ കാണുന്നു. ഇവളാകട്ടെ അവനോട് വഴക്കുണ്ടാക്കുന്നു. നീ എന്നെ ഫോളോ ചെയ്ത് ഇവിടെ വരെ വന്നു എന്ന് ചോദിച്ചിട്ട്. എന്നാൽ അവന്റെ കൂട്ടുകാർ വന്ന് അവനോട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അവനും ഇതേ കോളേജിലെ തന്നെ സീനിയർ ആണെന്ന്. അവളാകട്ടെ ഇവിടെ തേർഡ് ഇയറിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നതായിരുന്നു. അങ്ങനെ പതിയെ പതിയെ ഇവർ ഫ്രണ്ട്സ് ആകുന്നു. പിന്നെ ക്ലോസ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു. ഒടുവിൽ പ്രണയത്തിലുമായി. കാർത്തികിന് ഒരു ഫ്രണ്ട്സ് ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിലേക്ക് അവരുടെ കൂടെയാണ് കൂടുതലും സമയം ചെലവഴിക്കാറുള്ളത്. ഒരു ദിവസം അഞ്ജലി അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് തന്റെ ഫ്രണ്ടിന്റെ ഒരു ബ്രദറിനില്ല അവളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നീ ആ പ്രശ്നം ഒന്ന് പോയി സോൾവ് ചെയ്യണമെന്ന്. കാർത്തിക് ആകട്ടെ അവിടെ പോയിട്ട് അവന്മാരുമായിട്ട് അടിയുണ്ടാക്കുന്നു. സംഭവം കേസായി. അവസാനം കാർത്തികിന്റെ കോളേജിലെ സാറ് വന്നിട്ടാണ് അവനെ പുറത്തിറക്കുന്നത്. നീ ഒരു ഡോക്ടറാണെന്നും അതുകൊണ്ട് ഇമാതിരി പണിക്ക് പോകരുതെന്നും അയാൾ പറയുന്നുണ്ട്. കത്തിയെടുത്ത് ഒരാളെ കുത്താൻ ധൈര്യം കാണിക്കുന്ന ഒരുത്തം മാത്രമേ കത്തിയെടുത്ത് ഓപ്പറേഷൻ ചെയ്യാനുള്ള ധൈര്യം കാണിക്കൂ എന്നാണ് അവൻ പറയുന്നത്. അവനെ സംബന്ധിച്ച് ഇനി 2 മാസം കൂടി അവൻ ആ കോളേജിലുണ്ടായിരുന്നുള്ളൂ. അതോടുകൂടി അവന്റെ കോഴ്സ് കംപ്ലീറ്റ് ആകും. പ്രശ്നം സോൾവ് ആക്കാൻ പറഞ്ഞപ്പോൾ അവൻ പോയി അടിയുണ്ടാക്കിയതിന്റെ പേരിൽ അഞ്ജലി അവനുമായിട്ട് വഴക്കിടുന്നു. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയതെന്നാണ് അവൻ ചോദിക്കുന്നത്. ഞാൻ അടിയുണ്ടാക്കാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ എന്നാണ് അവള് തിരിച്ചു ചോദിക്കുന്നത്. നമുക്ക് പിന്നെ സംസാരിക്കാൻ, ഞാൻ കുറച്ച് ബിസിയാണെന്ന് അവൻ പറയുമ്പോൾ ഇനി സംസാരിക്കാനൊന്നും നിൽക്കണ്ട, വൈകുന്നേരം എന്നെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടർ വരുന്നുണ്ടെന്ന് പറയുന്നു. അത് കേട്ടതും അവന് നല്ല ദേഷ്യം വരുന്നു. അവൾ അവനോട് പറയുന്നുണ്ട് നിനക്ക് ലൈഫിനെ കുറിച്ച് ഒരു സീരിയസ്നെസ്സും ഇല്ലാന്ന്, ഞാൻ എന്ത് വിശ്വസിച്ച് നിന്റെ കൂടെ ജീവിക്കുന്നൊക്കെ അവൾ ചോദിക്കുന്നു. അങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞ് അവർക്കിടയിൽ വഴക്കായി. വീട്ടിലെത്തിയ അവളാകട്ടെ കാർത്തികിനെ പറ്റി അവളുടെ അച്ഛനോട് പറയുന്നു. എന്നാൽ അവളുടെ വീട്ടുകാര് അനാഥനായ കാർത്തിക്കുമായിട്ടുള്ള അവളുടെ ബന്ധത്തെ എതിർക്കുന്നു. അവള് പറയുന്നുണ്ട് 20 വയസ്സ് വരെ നിങ്ങൾ എന്നെ വളർത്തിയെന്ന് കരുതിയിട്ട് ജീവിതകാലം മുഴുവൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന്, എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളുണ്ടെന്ന്. അതിനുശേഷം അവൾ നേരെ തിരിച്ച് തന്റെ ഫ്ളാറ്റിലേക്ക് വരുന്നു. രാത്രിയിൽ നല്ലപോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. കാർത്തിക്കുമായിട്ടുള്ള വഴക്കും വീട്ടുകാരുടെ പ്രഷറും എല്ലാം കൂടെ അവൾ ആകെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. എന്തൊക്കെയോ ചിന്തിച്ചിരുന്ന് പെട്ടെന്ന് അവൾക്ക് വല്ലാതെ തണുക്കാൻ ആരംഭിച്ചു. ഫോൺ എടുക്കാൻ തുടങ്ങിയതും അതിന് സാധിക്കുന്നില്ല. പെട്ടെന്ന് ഫിറ്റ്സ് വന്ന പോലെ അവൾ തറയിലേക്ക് വീഴുന്നു. പിന്നീട് കാണിക്കുന്നത് കാർത്തിക് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഡോക്ടർ അവളുടെ റിപ്പോർട്ടെല്ലാം എടുത്തിട്ട് പറയുന്നുണ്ട് അവൾക്ക് ചെറിയൊരു ബ്രെയിൻ ഇഞ്ചുറി വന്നിരിക്കുന്നുവെന്ന്. സാധാരണ 2 ടൈപ്പ് ബ്രെയിൻ ഇഞ്ചുറിയാണുള്ളത്, ട്രോമാറ്റിക്കും അക്വയർഡും. ട്രോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡന്റിലും ആരെങ്കിലും തലക്കടിക്കുമ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇവൾക്ക് വന്നിരിക്കുന്നത് അക്വയർഡ് ബ്രെയിൻ ഇഞ്ചുറിയാണ്. മെന്റലി ഒരുപാട് ഇമോഷണൽ അവസ്ഥയിലേക്ക് പോയി കഴിയുമ്പോൾ ചിലർക്ക് ഉണ്ടാകുന്നതാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരാൾക്കുണ്ടാകുന്ന ഒരു അവസ്ഥയാണിത്. വോമിറ്റിംഗും നോസിയും ഡ്രൗസിനെസ്സും ഈ പറഞ്ഞ അപസ്മാരവും ഒക്കെ ഇതിന്റെ സിംറ്റംസ് ആണ്. ഇവളുടെ ഏറ്റവും പ്രശ്നമുള്ള കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം ഹീറ്റ് ഇവൾക്ക് താങ്ങാൻ പറ്റില്ല. ഒരു ചൂടുള്ള കോഫി കപ്പ് പോലും അവൾ തൊട്ട് കഴിഞ്ഞാൽ അവളുടെ ബോഡി വല്ലാതെ ഹീറ്റ് ആകാൻ ആരംഭിക്കും. ഒരു ലെവലിന് മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവളെ രക്ഷിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അവളെ തണുത്തെന്തെങ്കിലും വസ്തുക്കളിൽ തൊട്ടാലോ എന്തെങ്കിലും കഴിച്ചാലോ അല്ലെങ്കിൽ ക്ലൈമറ്റ് നല്ലപോലെ തണുത്തിരിക്കുകയാണെങ്കിലോ ഒക്കെ അവളുടെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആകാൻ ആരംഭിക്കും. അതൊരു പരിധിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അവളുടെ ബോഡി ഫ്രീസ് ആകുന്ന അവസ്ഥയാവും. 15 മിനിറ്റിനുള്ളിൽ അവൾ മരിക്കും. അവൾക്കൊരു നോർമൽ ലൈഫ് ജീവിക്കണമെങ്കിൽ അവളെ ചുറ്റിപ്പറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ വേണം. ഏകദേശം 28 ഡിഗ്രി സെൽഷ്യസ്. അതിന് മുകളിലോട്ടും കൂടാൻ പാടില്ല, അതിന് താഴേക്കും കുറയാൻ പാടില്ല. അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നോർമൽ ആൾക്കാരെ പോലെ അവൾക്കും ജീവിക്കാം. അവളുടെ കണ്ടീഷൻ ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയിൽ പൂർണ്ണമായിട്ടും ക്യൂർ ചെയ്യാൻ പറ്റില്ല എന്നും ഡോക്ടർ പറയുന്നു. ഇതെല്ലാം കേട്ട് കാർത്തിക് ആകെ തകർന്ന അവസ്ഥയിലാണ്. എന്നാലും അഞ്ജലി ഒരു രീതിയിലും അവൻ കൈവിടാൻ തയ്യാറല്ല. അവൾക്ക് ചുറ്റുമുള്ള ടെമ്പറേച്ചർ അതുപോലെ കീപ്പ് ചെയ്ത് എന്നും അവളെ തന്റെ കൂടെ തന്നെ നിർത്താനായിരുന്നു അവന്റെ തീരുമാനം. അങ്ങനെ പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് റിക്കവറായ അവളെയും കൂട്ടി അവൻ നേരെ പോകുന്നത് രജിസ്റ്റർ മാരേജ്
മാരേജ് ചെയ്യാനാണ്. വീട്ടുകാരുടെ എല്ലാം എതിർപ്പ് അവഗണിച്ച് അവർ മാരേജ് ചെയ്തു. അങ്ങനെ ലൈഫ് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തണുത്ത വസ്തുക്കളും ചൂടുള്ള വസ്തുക്കളും എല്ലാം തന്നെ അവളുടെ അടുത്ത് നിന്നും അവൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും തന്നെ അവൾ കഴിക്കാതെയും അവൻ ശ്രദ്ധിക്കും. അങ്ങനെ ഇരിക്കെ ആ ഡോക്ടർ അവനോട് പറയുന്നുണ്ട്, ജോർജിയയിൽ ഈ ഒരു കണ്ടീഷന് ട്രീറ്റ്മെന്റ് ഉണ്ട്, നിങ്ങൾ അവിടെ പോയി ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ അവൻ അവിടെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. അഞ്ജലിയുടെയും കോഴ്സ് കഴിഞ്ഞ സ്ഥിതിക്ക് രണ്ടുപേരും ഒരുമിച്ച് ജോർജിയക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ വർക്ക് ചെയ്യാൻ പോകുന്ന ഹോസ്പിറ്റലിന്റെ കെയർ ഓഫിൽ അവർക്ക് വലിയൊരു വീടാണ് റെന്റിനായിട്ട് കിട്ടുന്നത്. പതിയെ അവർ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി. വീട്ടിലെ ഓരോ സാധനങ്ങളും അഞ്ജലിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിരുന്നു അവൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ജോലിക്ക് പോകാൻ അവൻ തുടങ്ങിയപ്പോൾ മുതൽ അവന് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവളെപ്പോഴും ഓക്കെ ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട്. തൊട്ടപ്പുറത്തും നമ്മുടെ ആൾക്കാർ തന്നെയാണ് താമസിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതിയെന്ന് അവൻ പറയുന്നു. അങ്ങനെ അവൾ അവിടെയുള്ള ആൾക്കാരെ പരിചയപ്പെടാൻ പോകുന്നു. ഞങ്ങൾ അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നതാണെന്ന് അവള് പറയുമ്പോൾ ആ വീട്ടിലെ സ്ത്രീ ഒന്ന് ചെറുതായിട്ട് ഞെട്ടിക്കൊണ്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾ അവിടെയാണോ താമസിക്കുന്നതെന്ന്. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് അവര് പറയുന്നു. ഹോസ്പിറ്റലിലെത്തിയ കാർത്തിക് ആകട്ടെ അഞ്ജലിയുടെ കണ്ടീഷനെ പറ്റി ഡോക്ടറോട് സംസാരിക്കുന്നു. അവളുടെ ബ്രെയിൻ ഓൾറെഡി നല്ല സ്ട്രെസ്സിലാണ്, അതുകൊണ്ട് ഒരു രീതിയിലുള്ള സ്ട്രെസ്സും അവൾക്ക് കൊടുക്കാൻ പാടില്ല എന്നും അവൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണമെന്നുമാണ് അവനോട് പറയുന്നത്. അവനൊന്ന് തിരിച്ചു വരുമ്പോഴാകട്ടെ അവരുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു പൂച്ച ചത്ത് കിടക്കുന്നു. അന്ന് അവർക്ക് അയൽ വീട്ടിലായിരുന്നു ഡിന്നർ. ആ വീട്ടിൽ ഒരു പെൺകുട്ടി കൂടിയുണ്ട്. അവളുടെ പേര് ഗീത എന്നാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു. ആഹാരം കഴിച്ചിട്ട് തിരിച്ച് തങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അഞ്ജലിയാകട്ടെ കാർത്തികിനോട് പറയുന്നുണ്ട്, നമ്മൾ ഈ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് ആദ്യം അവരോട് പറഞ്ഞപ്പോൾ ആ ആന്റി ചെറുതായിട്ടൊന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ വീടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമ്മളെ കൂടാതെ ഈ വീട്ടിൽ ഇനി മറ്റാരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല, മര്യാദയ്ക്ക് വന്നു കിടന്ന് ഉറങ്ങാനാണ് അവൻ പറയുന്നത്. അങ്ങനെ പിറ്റേന്ന് രണ്ടുപേരും ഒരുമിച്ച് ടെസ്റ്റിനും മറ്റുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അഞ്ജലിക്കും തൽക്കാലം അവിടെ വേണമെങ്കിൽ വർക്ക് ചെയ്യാമെന്ന് ഡോക്ടർ പറയുന്നു. അങ്ങനെ പതിയെ അവളും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് കയറി. കാർത്തിക്കിന്റെ കൂടെ അവന്റെ ഡിപ്പാർട്ട്മെന്റിൽ സമീറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പരിചയപ്പെട്ടപ്പോൾ മുതൽ സമീറയ്ക്ക് കാർത്തിക്കിൽ ഒരു നോട്ടമുണ്ട്. അങ്ങനെ ഒരു ദിവസം രാത്രി ഇവർ രണ്ടുപേരും കിടന്നുറങ്ങിയാണ്. രാത്രി വെള്ളം കുടിക്കാൻ തോന്നിയിട്ട് അഞ്ജലി താഴേക്ക് ഇറങ്ങി വരുന്നു. പെട്ടെന്ന് അവളുടെ നിലവിളി കേട്ടാണ് കാർത്തിക് ഞെട്ടിയുണർന്ന് താഴേക്ക് വരുന്നത്. അവൻ ചെന്ന് നോക്കുമ്പോൾ അവൾ പേടിച്ചു പറിച്ച് നിൽക്കുകയായിരുന്നു. കിച്ചണിൽ ഒരു പൂച്ചയുണ്ട്. ഈ പൂച്ചയിലെ 2 ദിവസം മുമ്പ് ചത്തുപോയത് ഇതെങ്ങനെ വീണ്ടും വന്നു എന്ന് അവള് ചോദിക്കുന്നു. ഇത് ആ പൂച്ചയൊന്നുമല്ല, ഇത് വേറെ പൂച്ചയായിരിക്കും എന്ന് അവൻ പറയുന്നു. അങ്ങനെ ഒരു വിധത്തിൽ അവളെ ആശ്വസിപ്പിച്ച് വീണ്ടും കൊണ്ട് റൂമിലേക്ക് കടത്തി. പിന്നീട് അവൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് സമീറ അവനോട് ഒരു ലോങ് ഡ്രൈവിന് പോയാലോ എന്ന് ചോദിക്കുന്നു. എന്നാൽ തനിക്ക് വീട്ടിലേക്ക് നേരത്തെ പോകണം, അഞ്ജലി അവിടെ ഒറ്റയ്ക്കായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവനത് നിരസിച്ചിട്ട് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി അവനാകട്ടെ ആകെ സങ്കടത്തിലായിരുന്നു. നാളെ മുതൽ അവന് നൈറ്റ് ഷിഫ്റ്റ് ആണ്, അവൾക്ക് ഡേയും. ഇനി വീക്കെൻഡിൽ മാത്രമേ അവർക്ക് കാണാൻ പറ്റൂ. എന്നാൽ അതിലൊരു ത്രില്ലുണ്ടെന്ന് അവള് പറയുന്നു. പിറ്റേന്ന് രാവിലെ രണ്ടുപേരും ആഹാരം കഴിക്കുന്നുണ്ട്. അവൾ വീടിന്റെ ഒരു ചാവി അവന് കൊടുക്കുന്നു. എന്നിട്ട് രാവിലെ അവൾ ഡ്യൂട്ടിക്ക് പോയി. അവൻ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ പകൽ നേരം കിടന്നുറങ്ങി. അവൾ തിരിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും അവൻ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണാതെ ദിവസങ്ങൾ കടന്നു പോകുന്നത് കാരണം അവർ ചെറിയ നോട്ട് എഴുതി ടിവിയുടെ സൈഡിൽ ഒട്ടിക്കും. അതിൽ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാകും. ചില ദിവസം അവൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കണം, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു പറഞ്ഞിട്ട് അതിൽ എഴുതിയിട്ട് പോകും. വൈകുന്നേരം അവൻ പോകുന്നതിന് മുമ്പ് ഡിന്നർ ഉണ്ടാക്കി വെച്ചിട്ട് ഡിന്നർ ഉണ്ടാക്കിയിട്ടുണ്ട്, നീ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അതിൽ എഴുതിയിട്ട് പോകും. അങ്ങനെ പരസ്പരം നോട്ട് എഴുതി വെക്കുന്നത് ശീലമായി. കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ചൂടുള്ള പാത്രത്തിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ എപ്പോഴും ഗ്ലൗസ് കയ്യിലിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തണുപ്പുള്ള സാധനങ്ങളും അവൾ അങ്ങനെ കൈകൊണ്ട് പെട്ടെന്ന് എടുക്കില്ല, എല്ലാം ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇവള് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത വീട്ടിലെ ഗീത എന്ന് പറയുന്ന പെൺകുട്ടി വരുന്നു. ഇവരിങ്ങനെ ടിവിയുടെ പുറത്ത് നോട്ടൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അവൾ കാണുന്നുണ്ട്. നിങ്ങളുടെ ഇത് ലവ് മാരേജ് ആയിരുന്നില്ലേ, നിങ്ങളുടെ ലവ് സ്റ്റോറി പറയൂന്ന് അവള് ചോദിക്കുന്നു. അങ്ങനെ അഞ്ജലി തന്റെയും കാർത്തികിന്റെയും ലവ് സ്റ്റോറി മുഴുവൻ ഗീതയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതൊക്കെ കേട്ട് കുറച്ചു നേരം അവളോട് സംസാരിച്ചിരുന്നിട്ട് ഗീത പോയി. അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് ഗ്ലൗസ് ഇടാതെ അഞ്ജലി ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഫ്രൂട്ട് എടുക്കുന്നു. അവൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിളിന്റെ അടുത്തേക്ക് വന്നതും അതിലെ തണുപ്പ് കാരണം അവളുടെ ബോഡി വല്ലാതെ ഫ്രീസ് ആകാൻ തുടങ്ങി. ബോധം കെട്ട് അവൾ താഴേക്ക് വീണു. അന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് അവൾക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടായിരുന്നു. കാർത്തിക് രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നു. അവൻ വന്ന് നോക്കുമ്പോൾ കാണുന്നത് അവളവിടെ ബോധം കെട്ട് കിടക്കുന്നതാണ്. പെട്ടെന്ന് അവൻ അവളെ എടുത്തുകൊണ്ടുപോയി ബെഡ്റൂമിൽ കിടത്തി അവളുടെ ബോഡി ടെമ്പറേച്ചർ ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നു. പതിയെ അവളുടെ ബോഡി ടെമ്പറേച്ചർ നോർമൽ അവസ്ഥയിലായി. ഒരു നിമിഷം അവൻ ആകെ വല്ലാതെ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ജോർജിയയിലുള്ള അവരുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അവളുടെ ട്രീറ്റ്മെന്റും അവിടെ തന്നെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കാർത്തിക്കിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടേക്ക് വരുന്നു. അവരിവിടെ PG ചെയ്യാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അവനാകട്ടെ അഞ്ജലിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് വരാൻ ഒരുപാട് ലേറ്റ് ആകുമെന്ന്. ഒരു 13 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർജറി ഉണ്ട്, അതിൽ ഞാനും അസിസ്റ്റ് ചെയ്യണം. നീ ടെൻഷനൊന്നും അടിക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വിൻഡോ എല്ലാം നന്നായിട്ട് ക്ലോസ് ചെയ്ത് റൂമിനുള്ളിൽ തന്നെയാണ് ഇരിക്കുന്നതെന്ന് അവള് പറയുന്നു. അങ്ങനെ അവന്റെ സർജറി ആരംഭിച്ചു. സമയം ഒരുപാട് കടന്നുപോയി. സർജറി സക്സസ് ആയി കംപ്ലീറ്റ് ചെയ്തിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. പുറത്താകട്ടെ നല്ല രീതിയിൽ മഴക്കാറുണ്ടായിരുന്നു. അന്തരീക്ഷം നല്ല പോലെ തണുത്തിരിക്കുന്നു. അതോടുകൂടി അവന്റെ ഉള്ളിൽ ടെൻഷൻ വരാൻ തുടങ്ങി. ക്ലൈമറ്റ് മാറുമ്പോൾ അഞ്ജലിയുടെ ബോഡി ടെമ്പറേച്ചർ താഴാനുള്ള ചാൻസ് ഉണ്ട്. അവൻ അഞ്ജലിയെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും അവൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അതോടുകൂടി ആകെ ടെൻഷനായിട്ട് അവൻ പെട്ടെന്ന് വണ്ടി എടുത്ത് വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിൽ വരുമ്പോൾ കാണുന്നത്
ബെഡ്റൂമില് മൂടി പൊതിച്ച് തറയിലിരിക്കുന്ന അവളെയാണ്. പക്ഷെ അവളുടെ കണ്ണ് തുറന്നു തന്നെ ഇരിക്കുകയായിരുന്നു. ആ നിമിഷം അവൻ തകർന്നു പോയി. അഞ്ജലി അതേ ഇരിപ്പിൽ മരിച്ചു പോയിരിക്കുന്നു. ആ റൂമിൽ ടെമ്പറേച്ചർ കുറഞ്ഞത് കാരണം അവളുടെ ബോഡി ഫ്രീസ് ആയി പോയിട്ടുണ്ടായിരുന്നു. അത്രയും മാത്രമേ ആ ഡയറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ പോലീസുകാരൻ ഡയറിയെല്ലാം വായിച്ച ശേഷം കാർത്തികിനെ കാണുന്നു. മൂവിയുടെ തുടക്കത്തിൽ അവന് കുത്തുകൊള്ളുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അത് കാരണം അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ബാക്കി കഥ പിന്നീട് കാർത്തിക്കാണ് പറയുന്നത്. അഞ്ജലിയുടെ മരണം കാർത്തികിനെ ആകെ തകർത്തു. അവന് ജീവിക്കാനുള്ള എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടു. അനാഥനായ അവന്റെ ആകെയുള്ള ആശ്വാസം അവൾ മാത്രമായിരുന്നു. പതിയെ അവൻ മദ്യത്തിനും സിഗരറ്റിനും അടിമയെ മാറി. അവളെ ഓർക്കാതെ, അവളെ മിസ് ചെയ്യാതെ ഒരു നിമിഷം പോലും അവന്റെ ജീവിതത്തിലുണ്ടായിരുന്നില്ല. അവന്റെ അവസ്ഥ കണ്ടിട്ട് കൂട്ടുകാർക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. ഒരു രീതിയിൽ അവനെ പതിയെ പതിയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നു. നീ ഒരു കാര്യം ചെയ്ത് നീ വീട് തന്നെ മാറാൻ അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അഞ്ജലിയുടെ ഓർമ്മ എവിടെയാണുള്ളത്? അതുകൊണ്ട് ആ ഓർമ്മകളെ വിട്ടിട്ട് താൻ എങ്ങോട്ടും പോകില്ല എന്ന് തന്നെയാണ് അവൻ പറയുന്നത്. പതിയെ പതിയെ അവൻ പഴയ പോലെ വീണ്ടും ജോലിക്ക് പോകാൻ ആരംഭിച്ചു. പഴയൊരു സന്തോഷം അവന്റെ മുഖത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നില്ല. നേരത്തെ അഞ്ജലിയുടെ കൂടെ പോയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവൻ പോയിരിക്കുന്നു. അന്ന് അവർ ഒരുമിച്ച് ഇവിടെ ഇരിക്കുമ്പോൾ തങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികളെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൻ വീട്ടിലേക്ക് വരുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം കാണുന്നു. ആ ടിവിയുടെ സൈഡില് ഇവർ എഴുതി വെക്കുന്ന പോലെ ഒരു നോട്ടുണ്ട്. നിനക്ക് സുഖമാണോ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അത് അഞ്ജലിയുടെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. അവൻ അവളുടെ ഹാൻഡ് റൈറ്റിംഗുമായിട്ട് അത് മാച്ച് ചെയ്ത് നോക്കുന്നു. ശരിക്കും അവൻ ഞെട്ടിപ്പോയി. അതുപോലെ തന്നെ രാത്രിയില് അഞ്ജലിയുടെ സ്പ്രേയുടെ മണവും അവന് കിട്ടുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ നേരത്തെ അഞ്ജലി എങ്ങനെയായിരുന്നു റൂം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. അവൾ ഓരോ സാധനങ്ങളും ഓരോ എടുത്ത് വെക്കാനായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്. ഇടയ്ക്ക് അവൻ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം പഴയ പോലെയായി. പിറ്റേന്നവൻ ജോലി കഴിഞ്ഞ് വരുമ്പോ മറ്റൊരു നോട്ട് കിട്ടുന്നു. ഇന്നലെ നീ എന്റെ കൂടെ സ്പെൻഡ് ചെയ്ത ടൈം എനിക്ക് ഓക്കെ അല്ല. എനിക്ക് ഇനിയും ഒരുപാട് ടൈം നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യണമെന്നാണ് അവൾ അതിൽ എഴുതിയിരിക്കുന്നത്. അതെല്ലാം ഇവർ പ്രണയത്തിലായിരുന്ന സമയത്ത് ഇവൾ പറയുന്ന ഡയലോഗ്സ് ആയിരുന്നു ഇതൊക്കെ. ഹോസ്പിറ്റലിൽ വരുമ്പോ അവിടെ അവൻ ആ നോട്ടുകൾ കാണുന്നതായിട്ട് തോന്നുന്നു. അവൻ തന്റെ ഫ്രണ്ടിനെ വിളിച്ച് കാണിക്കുമ്പോ അവിടെ ഒരു നോട്ട് പോലും ഉണ്ടായിരുന്നില്ല. നീ ആകെ സ്ട്രെസ് അടിച്ചിട്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്നാണ് അവൻ പറയുന്നത്. താൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി തന്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ ഇതെല്ലാം നിന്റെ ഇമാജിനേഷൻ ആണെന്നാണ് അവർ പറയുന്നത്. എന്നാൽ താൻ ഇമാജിനേഷൻ ഒന്നും ചെയ്യുന്നതല്ല. അഞ്ജലിയുടെ മെമ്മറി എന്നും എന്റെ കൂടെയുണ്ട്. പക്ഷെ ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെയുള്ളതല്ല. എന്നാൽ നീ വീട് മാറാൻ പറയുമ്പോൾ അതൊരിക്കലും ഞാൻ മാറില്ല എന്നും അവൻ പറയുന്നു. നീ തനിച്ചിരിക്കുന്നോണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. തൽക്കാലം ഞങ്ങളും നിന്റെ കൂടെ ആ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അവർ ഒരു ദിവസം അവിടെ നിൽക്കാൻ ചെല്ലുന്നു. അന്നവർ ചെല്ലുമ്പോ ആ ടിവിയുടെ മുകളിൽ ഒരു നോട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അത് ബ്ലാങ്ക് പേപ്പർ ആയിരുന്നു. കുറച്ചു നേരം കൂട്ടുകാരുടെ കൂടെ മദ്യപിച്ച ശേഷം അവനാകട്ടെ ഇതുവരെ കിട്ടിയ നോട്ടെല്ലാം തന്നെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് അഞ്ജലി എന്താണ് തന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അവൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അവളുടെ ആത്മാവ് ഇവിടെ ഉണ്ടെന്നൊക്കെയാണ് അവൻ വിശ്വസിക്കുന്നത്. ഇതുവരെ കിട്ടിയ നോട്ടിന്റെ കൂടെ ഒരു ബ്ലാങ്ക് പേപ്പർ കൂടി അവൻ വെക്കുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൽ എഴുതട്ടെ എന്ന് കരുതിയിട്ട്. അന്ന് രാത്രി അവന്റെ കൂട്ടുകാര് പലയിടങ്ങളിലായിട്ട് കിടന്നുറങ്ങിയാണ്. പെട്ടെന്ന് ഒരാള് ഇവരുടെ അടുത്തുകൂടെ പോകുന്നതായിട്ട് ഒരു ഫ്രണ്ടിന് തോന്നുന്നു. അവൻ പേടിച്ച് ചാടി എഴുന്നേൽക്കുന്നു. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഇറങ്ങി നടന്നു നോക്കുമ്പോൾ ഒരു നിഴലവൻ കാണുന്നുണ്ട്. പേടിച്ചു പോയ അവനാകട്ടെ പിറ്റേന്ന് കൂട്ടുകാരോട് പറയുന്നുണ്ട് ആ വീട്ടിൽ എന്തോ ഉണ്ടെന്ന്. അഞ്ജലിയുടെ പ്രേതമാണത്, ഞാൻ അതിനെ നേരിട്ട് കണ്ടു എന്നൊക്കെ പറയുന്നു. നീ ആ വീട് മറന്നതാ നല്ലത്. എന്നാൽ കാർത്തിക് പറയുന്നു അഞ്ജലിയാണ് തിരിച്ചു വന്നിരിക്കുന്നതെങ്കിൽ ഞാൻ എന്തിനാ പേടിക്കുന്നത്, ഞാൻ എന്തിനാ വീട് മറന്നത്, അവൾ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. സമീറ അവരുടെ അടുത്തേക്ക് വന്നതും അവര് ടോപ്പിക് എല്ലാം മാറ്റി. അന്ന് സമീറ അവനെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നു. എന്നാൽ അവന്റെ വീടിന്റെ അടുത്തേക്ക് ഡ്രോപ്പ് ചെയ്യാൻ ചെന്നതും അവൾ അവനോട് പറയുന്നുണ്ട് വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ലേ, ഒരു കോഫി എങ്കിലും ഇട്ട് തന്നൂടെ എന്ന്. അവളുടെ നിർബന്ധം കാരണം അവൻ എന്തായാലും അവളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. കോഫി ഞാനിട്ടോളാം, നീ പോയി ഫ്രഷ് ആയിക്കോന്ന് പറഞ്ഞിട്ട് അവൾ കിച്ചണിലേക്ക് പോയി. കാർത്തിക് ബെഡ്റൂമിലേക്കും പോയി. കിച്ചണിൽ കോഫി ഇട്ടുകൊണ്ട് നിൽക്കുന്ന അവൾക്കാകട്ടെ തന്റെ ചുറ്റും ആരോ ഉള്ള പോലെ തോന്നുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ആരോ അവളെ ഒളിഞ്ഞു നോക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് ആരോ അവളുടെ ബാക്കിലേക്ക് വരുന്നു. ഒരു സൗണ്ട് കേട്ടിട്ടാണ് കാർത്തിക് ഓടി താഴേക്ക് വരുന്നത്. അപ്പോൾ സമീറ അവിടെ ബോധം കെട്ട് കിടക്കുകയായിരുന്നു. പതിയെ അവളെ എടുത്തുകൊണ്ടുവന്ന് അവളുടെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് അവളുടെ ബോധം തിരിച്ചു കിട്ടിയപ്പോൾ അവൻ കാര്യം അന്വേഷിക്കുന്നു. എന്നാൽ അവൾക്ക് എന്ത് പറയണമെന്നറിയില്ല. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ പേടിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അന്ന് വൈകുന്നേരം അവൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഗീതയാകട്ടെ തന്റെ വീട്ടിൽ നിന്നും അമ്മ എന്തോ കൊടുത്തുവിട്ടു എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വരുന്നു. അവൻ ടയർഡായിട്ടിരിക്കുന്ന കണ്ടിട്ട് അവള് പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്കൊരു കോഫി ഇട്ട് തരട്ടെ എന്ന്. ആ ഇട്ടോന്ന് അവനും പറഞ്ഞു. അവള് കിച്ചണിലേക്ക് പോയി. എന്നാൽ കുറച്ചു കഴിയുമ്പോ അവളുടെ അടുത്തേക്ക് ആരോ വരുന്ന പോലെ അവൾക്ക് തോന്നുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇതെല്ലാം കാർത്തിക്കും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ചായ ഇട്ടുകൊണ്ടിരുന്ന അവളാകട്ടെ എന്തോ ബാധ കയറിയ പോലെ തന്റെ റൈറ്റ് ഹാൻഡിൽ നിന്ന് മാറ്റി ലെഫ്റ്റ് ഹാൻഡിലേക്ക് ചായ കപ്പ് പിടിക്കുന്നു. ചായ ഒഴിക്കുന്നതും ലെഫ്റ്റ് ഹാൻഡും ഉണ്ട്. കാരണം അഞ്ജലി ഒരു ലെഫ്റ്റ് ഹാൻഡർ ആയിരുന്നു. അവൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെയാണ് ഇപ്പോൾ ഗീത ചെയ്യുന്നത്. അവള് മുടി കെട്ടിവെക്കുന്ന പോലെ തന്നെ ഗീത തന്റെ മുടിയും കെട്ടിവെക്കുന്നു. എന്നിട്ട് അഞ്ജലി അവന്റെ അടുത്തേക്ക് നടന്നു വരുന്ന പോലെ അവൾ അവന്റെ അടുത്തേക്ക് നടന്നു വരുന്നു. ശരിക്കും കാർത്തിക് ഇതൊക്കെ കണ്ടിട്ട് ആകെ ഷോക്കായിട്ടിരിക്കുകയാണ്. കോഫി അവന്റെ അടുത്തേക്ക് കൊണ്ടുവച്ചിട്ട് അവളാകട്ടെ അഞ്ജലി ചോദിക്കുന്ന പോലെ തന്നെ ചോദിക്കുന്നുണ്ട് നിനക്ക് സുഖമാണോ, എന്താ നീ ഒന്നും മിണ്ടാത്തേന്നൊക്കെ. കാർത്തിക്കിന് എന്താ നടക്കുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല. അവള് പതിയെ തന്റെ ശരീരത്തിലേക്ക് തൊടാൻ ആരംഭിച്ചതും അവനാകട്ടെ ഗീത എന്ന് ഉറക്കെ വിളിക്കുന്നു. അപ്പോഴേക്കും അവളുടെ ബോധം പോയി. അവൻ അവളെ വിളിച്ചുണർത്തുമ്പോഴേക്കും അവൾക്ക് എന്താ സംഭവിച്ചെന്ന് മനസ്സിലായില്ല. അമ്മ എന്നെ തിരക്കുന്നുണ്ടാകുമെന്ന് പറഞ്ഞിട്ട്
അവൾ പെട്ടെന്ന് പുറത്തേക്ക് ഓടിപ്പോയി. അഞ്ജലിയുടെ ആത്മാവ് ഗീതയുടെ ശരീരത്തിൽ കയറിയതാണോ എന്ന് അവൻ സംശയിക്കുന്നു. അതേ ടൈമിൽ ബ്ലാങ്ക് ആയിട്ടിരുന്ന ആ പേപ്പറിൽ ലെറ്റേഴ്സ് തെളിഞ്ഞു വരുന്നതായിട്ടും നമ്മളെ കാണിക്കുന്നുണ്ട്. നീ എന്നെ വിശ്വസിക്കുന്നില്ലേ എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. അവൻ തന്റെ ആ കോളേജിലെ പ്രൊഫസറിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് മരിച്ചുപോയ ആൾക്കാർ തിരിച്ചു വരുമോ എന്ന്. എന്നാൽ അതിനൊന്നും എസ് ഓർ നോ എന്ന് ആൻസർ പറയാൻ പറ്റില്ല എന്നാണ് അയാൾ പറയുന്നത്. ചിലത് നമ്മളുടെ ചിന്തകളായിരിക്കാം, ചിലത് റിയാലിറ്റി ആയിരിക്കാം. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകില്ല. നീ ആദ്യം നിന്റെ അനാവശ്യ ചിന്തകളെല്ലാം തന്നെ കൺട്രോൾ ചെയ്ത് നോക്കൂ. അപ്പൊ ചിലപ്പോൾ റിയാലിറ്റി നിന്റെ ഫ്രണ്ടിലേക്ക് വരും. ഒരാത്മാവ് മറ്റൊരാളുടെ ശരീരത്തിൽ പൊസസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള വീഡിയോസ് എല്ലാം തന്നെ അവൻ കാണുന്നുണ്ട്. അവൻ ആ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ എഴുതി വെക്കുന്നു. തന്റെ സുഹൃത്തുക്കൾ അഞ്ജലിയെ കണ്ടു എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ഗീതയുടെ ശരീരത്തിൽ അഞ്ജലിയുടെ ആത്മാവ് കയറിയ പോലെ തനിക്ക് ഫീൽ ചെയ്തതും എല്ലാം തന്നെ. കൂട്ടത്തില് സമീറയും ഇതുപോലെ പേടിച്ച് ബോധം കെട്ട് വീണിട്ടുണ്ടായിരുന്നില്ലേ. ഇതിൽ കൂടുതൽ സംഭവങ്ങൾ നടന്നിട്ടുള്ളത് ആ കിച്ചണിൽ വെച്ചാണ്. ആ വീട്ടിൽ ശരിക്കും എന്താണ് നടക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവൻ ആരെ അറിയിക്കാതെ ഒരു ക്യാമറ വാങ്ങുന്നു. ഒരു ചെറിയ ടോയ്ക്കുള്ളിലായിരുന്നു ആ ക്യാമറ ഉണ്ടായിരുന്നത്. അത് കൊണ്ടുപോയി തന്റെ വീട്ടിൽ വെക്കുന്നു. എന്നിട്ടെന്ന് വീടെല്ലാം തന്നെ അലങ്കോലമാക്കിയിടുന്നു. സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെച്ചു. അഞ്ജലിക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഫ്ലവർ വേസ് ഉണ്ടായിരുന്നു. അത് അവൻ താഴെയിട്ട് പൊട്ടിച്ചു. എന്നിട്ട് അവൻ വീട്ടിൽ നിന്നും പുറത്തുപോയി. ഒരുപാട് നേരം കഴിഞ്ഞിട്ട് അവൻ തിരിച്ചെത്തുമ്പോൾ അവൻ പൊട്ടിച്ചിട്ടിരുന്ന ആ ഒരു ഫ്ലവർ വേസിലെ അത് മാത്രം ഒരു പൊട്ടൽ പോലും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ അവിടെ ഇരിക്കുന്നു. ബാക്കി എല്ലാ സാധനങ്ങളും അതുപോലെ അലങ്കോലമായിട്ട് തന്നെ കിടക്കുകയാണ്. അവൻ നേരെ ചെന്ന് ആ ടോയ്ക്കുള്ളിൽ നിന്നും ആ ക്യാമറ എടുക്കുന്നു. എന്നിട്ട് അതിന്റെ മെമ്മറി കാർഡ് ലാപ്പിലിട്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നു. അവൻ കണ്ട കാഴ്ച എന്തോ ഞെട്ടിക്കുന്നതായിരുന്നു. അത് അവന്റെ ഫേസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ കുറെ കഴിഞ്ഞിട്ട് അവനാകട്ടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ ആന്റിയോട് പറയുന്നുണ്ട് 2 വാട്ടർ ബോട്ടിൽ ഗീതയുടെ കയ്യിൽ കൊടുത്തുവിടുമെന്ന്. കുറച്ചു കഴിയുമ്പോൾ ഗീത അതുപോലെ ബോട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അവൻ അവളോട് പറയുന്നുണ്ട് തനിക്കൊരു കോഫി ഇട്ട് തരാൻ. നേരത്തെ പോലെ അവൾ പോയി കോഫി ഇടുന്നു. കുറച്ചു കഴിയുമ്പോൾ നേരത്തെ അഞ്ജലിയുടെ ആത്മാവ് അവളുടെ ശരീരത്തിൽ കയറിയതുപോലെ തന്നെ അവൾ പ്രവർത്തിക്കുകയായിരുന്നു. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എല്ലാം ചെയ്യാൻ തുടങ്ങി. അവള് കോഫി ഇടുമ്പോൾ അവൻ മദ്യപിക്കുകയായിരുന്നു. കോഫി ചോദിച്ചിട്ട് നീ എന്തിനാ മദ്യപിക്കുന്നതെന്ന് ഗീത ചോദിക്കുമ്പോൾ അവൻ ഒന്നും മിണ്ടാതെ ലാപ്പിന്റെ അടുത്തേക്ക് പോയി. അവളാകട്ടെ ബാക്കിലൂടെ വന്നിട്ട് കാർത്തിക് എന്ന് പറഞ്ഞിട്ട് അവന്റെ ശരീരത്തിൽ തൊടുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവൻ ആ വീഡിയോ പ്ലേ ചെയ്യുന്നു. ആ വീഡിയോ കണ്ട് അവൾ ഞെട്ടിപ്പോയി. അവൻ ഇല്ലാത്ത സമയത്ത് ആ വീട്ടിലേക്ക് കടന്നു വന്നത് ഗീതയായിരുന്നു. അവളായിരുന്നു ആ പൊട്ടിയ ഫ്ലവർ വൈസ് എല്ലാം തന്നെ അവിടെ നിന്ന് മാറ്റിയത്. പുതിയൊരെണ്ണം അവിടെ കൊണ്ട് വെച്ചതും അവളാണ്. തന്റെ കള്ളത്തരം പിടിച്ചെന്ന് മനസ്സിലായതും അവൾ ആകെ ടെൻഷനിലായി. നീ എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് അവൻ ചോദിക്കുന്നു. നീ എന്നെ പ്രണയിക്കുന്നുണ്ടോ എന്ന് അവൻ ചോദിച്ചതും അവളാകട്ടെ അവിടെ ഉണ്ടായിരുന്ന തീ കായാൻ വേണ്ടി വെച്ചിരുന്ന ഒരു തടിക്കഷ്ണം എടുത്ത് അവന്റെ തലക്കടിക്കുന്നു. ഇനിയാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഒരു ദിവസം അഞ്ജലി ഗീതയുടെ വീട്ടില് അവരുടെ വീടിന്റെ കീ കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് കാർത്തിക് കീ എടുക്കാൻ മറന്നു. അവൻ വരുമ്പോ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആരും അറിയാതെ ഗീതയാകട്ടെ അതിന്റെ ഒരു പ്രിന്റ് എടുക്കുന്നു. ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കി. അവൾ ഫുൾ ടൈം അഞ്ജലിയെ നല്ലപോലെ നിരീക്ഷിക്കുമായിരുന്നു. അവൾ എങ്ങനെയൊക്കെയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ പെരുമാറാൻ അവളെ ശ്രമിച്ചു. അവളുടെ ഹാൻഡ് റൈറ്റിംഗ് പോലും ഗീത കോപ്പി ചെയ്തു പഠിച്ചു. അഞ്ജലി എന്നുള്ള രീതിയിൽ അവിടെ നോട്ട്സ് എഴുതി വെച്ചതും അവള് തന്നെയായിരുന്നു. ശരിക്കും ഗീതയ്ക്ക് ഒരു അസുഖമുണ്ട്. അത് ഓൾറെഡി തന്നെ ഗീതയുടെ വീട്ടുകാർക്കറിയാം. അവോയ്ഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നായിരുന്നു അവളുടെ അസുഖത്തിന്റെ പേര്. ചെറുപ്പം മുതലേ ഒറ്റപ്പെടൽ അവൾക്ക് നല്ലപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചുറ്റുമുള്ള ആരെല്ലാം അവരെ കെയർ ചെയ്താലും ലവ് ചെയ്താലും അവരെപ്പോഴും ഭയത്തോടെയായിരിക്കും ഇരിക്കുന്നത്. ഇവളുടെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് അവൾക്ക് എന്തിലെങ്കിലും ആഗ്രഹം തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു സാധനമാകാം, ചിലപ്പോൾ അതൊരു മനുഷ്യനാകാം. അത് കൈക്കലാക്കാനുള്ള ഒരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കും. അവൾക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ ആരെങ്കിലും നശിപ്പിക്കുകയാണെങ്കിൽ അവരെ കൊല്ലാൻ പോലും അവൾ മടിക്കില്ല. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു കുഴപ്പമുണ്ട്. അവർക്ക് നല്ല പ്രായമുണ്ടെങ്കിലും താൻ ഇപ്പോഴും ഒരു ടീനേജ് പെൺകുട്ടിയാണെന്ന് സ്വയം വിശ്വസിക്കും. ഗീതയ്ക്കും അവളെ കാണുന്ന രീതിയിൽ നിന്നും കുറച്ചുകൂടി ഏജ് ഉണ്ടായിരുന്നു. അവൾ മുടിയൊക്കെ ഫ്രണ്ടിലേക്ക് വിഗ് വെച്ചിരിക്കുകയായിരുന്നു. പല്ലിലെ ക്ലിപ്പ് പോലും അവൾ വെറുതെ വെച്ചിരിക്കുന്നതാണ്, കൊച്ചു പെൺകുട്ടിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ടീനേജ് പെൺകുട്ടികളെ പോലെ ഡ്രസ്സും ചെയ്ത് ഹെയർ സ്റ്റൈലൊക്കെ വെച്ച് നടക്കുന്ന കാരണം കാർത്തികിനോ അഞ്ജലിക്കോ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇവൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള കുട്ടിയാണെന്ന്. അങ്ങനെ അവൾ തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരുന്നു. അബോധാവസ്ഥയിലായിരുന്ന കാർത്തികിനെ അവൾ കെട്ടിയിട്ടിരിക്കുകയാണ്. അവന് ബോധം വരുമ്പോ അവളുടെ യഥാർത്ഥ രൂപമാണ് അവൻ കാണുന്നത്. അവൾ അവന്റെ അടുത്തേക്ക് ചെന്നിരുന്ന് അവനെ കിസ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ അവനാകട്ടെ തന്റെ മുഖം തിരിച്ചു കളയുകയാണ്. നീ വിചാരിച്ചിരിക്കുന്നത് ഞാൻ വെറും കൊച്ചുകുട്ടിയാണെന്നല്ലേ? പക്ഷെ ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. നിന്റെ അഞ്ജലിയുടെ ഏജ് എനിക്കുണ്ട്. നിനക്ക് ഇപ്പോഴെങ്കിലും എന്നെ പ്രണയിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുന്നു. എന്നാൽ അവനാകട്ടെ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അഞ്ജലിയെ പോലെ എനിക്കും ആകാൻ പറ്റുമെന്ന് അവള് പറയുമ്പോ നീ ഇനി എത്ര ജന്മം എടുത്താലും അഞ്ജലിയുടെ വീട്ടിലെ നായ പോലെ നീ ആകില്ല എന്നാണ് അവൻ പറയുന്നത്. അവൾക്ക് നല്ല ദേഷ്യം വരുന്നു. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നാണ് അവൾ പറയുന്നത്. ഒരിക്കൽ ഇവൾ സൈക്കിളിൽ നിന്ന് മറിഞ്ഞു വീണ സമയത്ത് ഇവനാകട്ടെ ഇവളുടെ മുറിവ് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതെല്ലാം അവൾ ആസ്വദിക്കുകയായിരുന്നു. പിന്നെ തന്റെ വീട്ടിൽ നിന്നും എപ്പോഴും ഇവളാകട്ടെ ഒളിഞ്ഞിരുന്ന് ഇവന്റെ ബോഡിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഒരുതരം കാമമായിരുന്നു ഇവനോട് ഇവൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പൂർണ്ണമായിട്ടും നിനക്ക് വേണ്ടി അഞ്ജലിയായി മാറി. എന്നാൽ നീ എത്ര ശ്രമിച്ചാലും നിനക്ക് ഒരിക്കലും അഞ്ജലിയാകാൻ പറ്റില്ല എന്ന് അവൻ വീണ്ടും വീണ്ടും പറയുന്നു. അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൾ ചത്തുപോയിട്ട് നീ എന്തിനാ അവളുടെ പേര് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിന്റെ അഞ്ജലിക്ക് എന്താ സംഭവിച്ചതെന്ന് നിനക്ക് അറിയണ്ടേന്ന് അവൾ ചോദിക്കുന്നു. അത് കേട്ടതും അവനൊന്ന് ഞെട്ടി. ഇനി കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. അന്ന് ഇവന് സർജറി ഉണ്ടായിരുന്ന ആ ദിവസം അഞ്ജലിയുടെ കൂടെ റൂമിൽ അവളും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ചേർന്നിരുന്ന് തുണിമടക്കുകയാണ്. ആ സമയത്ത് നല്ലപോലെ മഴ വരുന്നുണ്ട്. ഗീതയോട് അഞ്ജലി പറയുന്നുണ്ട് എനിക്ക് തണുക്കുന്നുണ്ട്, നീ പെട്ടെന്ന് ആ ജനൽ
ജനലും വാതിലും ഒക്കെ അടയ്ക്കാൻ. ഇവളുടെ മെഡിക്കൽ കണ്ടീഷൻ അവൾക്ക് അറിയാമായിരുന്നു. അവള് ജനലും വാതിലും എല്ലാം ക്ലോസ് ചെയ്ത ശേഷം അഞ്ജലി കാണാതെ എസിയുടെ റിമോട്ട് എടുത്ത് ആ റൂമിലെ ടെമ്പറേച്ചർ കുറച്ചു. നീ എന്തായി കാണിക്കുന്നതെന്ന് അഞ്ജലി ചോദിച്ചെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ വാതിലടിച്ചിട്ട് പുറത്തേക്ക് പോയി. അഞ്ജലിക്ക് ഒരു നിമിഷം പോലും തണുപ്പ് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അവളുടെ ബോഡി ഫ്രീസ് ആകാൻ തുടങ്ങി. പുതപ്പൊക്കെ എടുത്ത് അവൾ പുതച്ചെങ്കിലും ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ഇരുന്ന് അവൾ മരിച്ചുപോയതാണ്. അല്ലാതെ പുറത്തെ ടെമ്പറേച്ചർ ആയിരുന്നില്ല അവളുടെ മരണത്തിന് കാരണം. ഗീത മനഃപൂർവ്വം റൂമിലെ ടെമ്പറേച്ചർ കുറച്ചതായിരുന്നു. അത് കേട്ടതും സഹിക്കാനാകാതെ തന്റെ കയ്യിലെ കെട്ടഴിച്ചിട്ട് അവൻ അവൾക്ക് നേരെ പാഞ്ഞെടുത്തതും അവളാകട്ടെ കത്തിയെടുത്ത് അവന്റെ വയറ്റിൽ കുത്തി. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നിന്റെ വിചാരം അഞ്ജലി മാത്രമാ മരിച്ചതെന്നല്ലേ? എന്നാൽ അതിലൊരു സർപ്രൈസ് കൂടിയുണ്ട്. അവള് പ്രഗ്നന്റ് ആയിരുന്നു. 2 പേരാണ് അന്ന് മരിച്ചത്, അഞ്ജലിയും നിങ്ങളുടെ കുഞ്ഞും. പക്ഷെ താനിതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല, ആ നിമിഷം അറിയാതെ പറ്റിപ്പോയതാണെന്നൊക്കെയാണ് അവള് പറയുന്നത്. എന്ത് പറയണമെന്നറിയാതെ ആകെ തകർന്നിരിക്കുകയായിരുന്നു അവൻ. അവിടം വരെയാണ് അവൻ കഥ പറയുന്നത്. കഥ കേട്ട് കഴിഞ്ഞാൽ പോലീസുകാരനാകട്ടെ അവനോട് ചോദിക്കുന്നുണ്ട്, അപ്പൊ ഗീത മരിച്ചത് എങ്ങനെയാണെന്ന്, നീയാണോ ഗീതയെ കൊന്നതെന്ന്. ശരിക്കും ആ പോലീസുകാരൻ ആ വീട്ടിലേക്ക് വന്നത് ഗീതയുടെ മർഡറിനെ പറ്റി അന്വേഷിക്കാനായിരുന്നു. കാർത്തിക് അഞ്ജലിയെ കുറിച്ചാണ് വാദോരാതെ സംസാരിക്കുന്നത്. അവളെപ്പോലൊരു പെൺകുട്ടി എന്റെ ലൈഫിൽ വന്നത് തന്നെ വലിയ കാര്യമാണ്. അവളുടെ ഓർമ്മകളിലാണ് താനിന്ന് ജീവിക്കുന്നത്. ആ ഓർമ്മകൾ മാത്രം മതി തനിക്ക് മുന്നോട്ട് ജീവിക്കാനും. അങ്ങനെയുള്ള അഞ്ജലിയെ കൊന്നിട്ട് ഒരു പാവത്തിനെ പോലെ എന്റെ മുന്നിൽ ഗീത ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വെറുതെ വിടുവോ? അതുകൊണ്ട് താൻ അവളെ കൊന്നു. എന്തൊക്കെയാണെങ്കിലും നീ ചെയ്തത് തെറ്റാണെന്നും ശിക്ഷയിൽ നിന്നും നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നും അയാൾ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. എന്നാൽ പിന്നീട് ആ പോലീസുകാരന് ഇവൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറിന്റെ കോളൊക്കെ വരുന്നുണ്ട്. അഞ്ജലിയും കാർത്തികിനെ പറ്റിയൊക്കെ തന്നെ അയാൾ സംസാരിക്കുന്നു. ഗീതയ്ക്ക് അർഹതപ്പെട്ട ശിക്ഷ തന്നെയാണ് ലഭിച്ചതെന്ന് ആ പോലീസുകാരനും തോന്നി. അതുകൊണ്ട് അയാളാകട്ടെ കാർത്തികിനെ കുറ്റക്കാരനാക്കി ചിത്രീകരിക്കുന്നില്ല. ഗീതയുടേത് ഒരു സൂയിസൈഡ് ആണെന്ന് അയാൾ മീഡിയയോട് പറയുന്നു. സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച ഗീതയെ രക്ഷിക്കാൻ വന്ന കാർത്തികിനെ അവൾ കത്തികൊണ്ട് കുത്തിയതാണ്. ഇങ്ങനെയെല്ലാം മീഡിയയുടെ മുന്നിൽ പറയുകയും ആ കേസ് ക്ലോസ് ചെയ്യുകയും ചെയ്തതോടുകൂടി കാർത്തിക് രക്ഷപ്പെടും. അന്ന് ഗീത തന്നെയായിരുന്നു സമീറയെ ബാക്കിലൂടെ പോയി ആക്രമിച്ചത്. അവളുടെ മൂക്കുപുത്തി അവളുടെ ബോധം കെടുത്തുകയായിരുന്നു. അതുപോലെ തന്നെ ആ പേപ്പറിൽ ലെറ്റേഴ്സ് തെളിഞ്ഞു വന്നതായി കാണിച്ചില്ലേ, അതും അവൾ ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ച ഐഡിയയാണ്. അന്ന് രാത്രി കാർത്തികിന്റെ കൂട്ടുകാരൻ കണ്ടതും ഇവളുടെ നിഴല് തന്നെയായിരുന്നു. ലൈഫിൽ അവൻ മുന്നോട്ട് അഞ്ജലിയുടെ ഓർമ്മകളിൽ തന്നെ ജീവിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു. അവൾ മരിച്ചെങ്കിലും അവളോടുള്ള അവന്റെ പ്രണയം ഇപ്പോഴും അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.